EMT Module 1 ആണ് നമ്മളിന്ന് നോക്കുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു കോർഡിനേറ്റ് സിസ്റ്റമാണ്. കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് നമ്മൾ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം നമുക്കറിയാവുന്നതാണ്. ബാക്കി രണ്ട് കോർഡിനേറ്റ് സിസ്റ്റം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. സിലിണ്ടറിക്കൽ ആൻഡ് സ്പെറിക്കൽ. ചോയ്സ് ഈസ് ബേസ്ഡ് ഓൺ ദ സിമെട്രി ഓഫ് ദ പ്രോബ്ലം. റെക്റ്റാങ്കുലർ നമ്മൾ ഒരു വൺ ഡയമെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. സിലിണ്ടറിക്കൽ ആയിട്ടുള്ളതിന് വയേഴ്സ് ഓർ കേബിൾസ്. സ്പിയേഴ്സിനാണ് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത്. സിലിണ്ടറിക്കൽ സിമെട്രിയുടെ ഒരു വിഷ്വലൈസേഷനാണ്, സ്പെറിക്കൽ സിമെട്രിയുടെ ഒരു വൺ ലൈനാണ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സിന് എക്സ് കോമ വൈ കോമ ഇസഡ് ആണ് അതിൻ്റെ പോയിൻറ്റ്സ്. അതിൻ്റെ ഉള്ള ഡയഗ്രമാണ് എക്സ് വൈ ഇസഡ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൻ്റെ പോയിൻറ്റ്സ് ആർ ഫൈ സെഡ്. അത് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലേക്ക് ആക്കുന്നുണ്ടെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് ഫൈ, വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ ഫൈ, ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് തന്നെ. സ്പെറിക്കൽ കോർഡിനേറ്റ്സിന് രണ്ട് ആംഗിൾസ് ഉണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ ഫൈ, എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ കോസ് ഫൈ, വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ സൈൻ ഫൈ, ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് കോസ് തീറ്റ. നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, കാർട്ടീഷ്യനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. നമുക്ക് കാർട്ടീഷ്യൻ ടു സിലിണ്ടറിക്കൽ യൂസ് ചെയ്യാം, സിലിണ്ടറിക്കൽ ടു സ്പെറിക്കൽ ചെയ്യാം, സ്പെറിക്കൽ ടു കാർട്ടീഷ്യൻ ചെയ്യാം. എങ്ങനെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്താം? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ് ഫസ്റ്റ് നോക്കുന്നത്. അതിൽ ഒരു ഡി എക്സ് ഡി വൈ ഡി ഇസഡ് എന്ന് പറയുന്നതാണ് ഓരോ ഇൻഫിനിറ്റ്സിമൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ്. വോളിയം എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി വി ആണ്. ഡി വി എന്ന് പറയുന്നത് ഈ ഡി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി ഇസഡ് ആണ്. ഏരിയ എലമെൻ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ടു ഡയമെൻഷനാണ്, അപ്പോൾ രണ്ടെണ്ണം മാത്രമേ എടുക്കത്തുള്ളൂ. ഡി എ ഇസ് ഈക്വൽ ടു ഡി എക്സ് ഡി വൈ ഓർ ഡി വൈ ഡി ഇസഡ് ഓർ ഡി എക്സ് ഡി ഇസഡ്. ലൈൻ എലമെൻറ്റ് ഈസ് ഓൺലി വൺ എലമെൻറ്റ് ഓൺലി, ഡി എക്സ് ഓർ ഡി വൈ ഓർ ഡി ഇസഡ്. ഇപ്പോൾ വോളിയം ഓഫ് എ ക്യൂബ് ഓഫ് എഡ്ജ് എ ഇസ് എ ക്യൂബ് എന്നാണെങ്കിൽ വി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് വി ഡി വി ഇസ് ഈക്വൽ ടു integral 0 to a dx, integral 0 to a dy, integral 0 to a dz is equal to a cube. Next, differential quantities length ആണെങ്കിൽ dl is equal to x dx plus y dy plus z dz. Area ആണെങ്കിൽ ds x equal to x dy dz, ds y equal to y dx dz, ds z equal to z dx dy. Volume is equal to dv is equal to dx dy dz. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇൻ്റഗ്രേഷൻ ഓവർ ടു ഡെൽറ്റ ഡിസ്റ്റൻസസ് ഡി എക്സ് ഡി വൈ തന്നിട്ടുണ്ട് നമുക്ക്. ഇവിടെ ലെങ്ത് എക്സാമ്പിളായിട്ട് 3 7 എന്ന എക്സിലും വൈ കോർഡിനേറ്റ്സിൽ 2 6 എന്ന് തന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ സമയത്ത് ഇസഡ് അവിടെ കോൺസ്റ്റൻ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇസഡ് എടുക്കേണ്ട കാര്യമില്ല. ഏരിയ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 3 to 7 ഇൻ്റഗ്രൽ 2 to 6 ഡി വൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 16. നെക്സ്റ്റ്, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഇതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ആനിമേഷനും അല്ലാതെ നമ്മൾ വരയ്ക്കാൻ നമ്മൾ പഠിക്കണം. ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട് ഒരു സെക്കൻഡ് ഡയഗ്രാമിൽ. അവിടെ അതാണ് പി ഓഫ് ആർ കോമ ഫൈ കോമ സെഡ്. ഫൈയും ആറും എല്ലാം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, സെഡും ഒക്കെ. ഡി ആർ ഇസ് ആൻ ഇൻഫിനിറ്റ്സിമൽ ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ആർ. ആർ ഡി ഫൈ ഇസ് അലോങ് ഫൈ ആൻഡ് ഡി സെഡ് ഇസ് അലോങ് സെഡ് ഡയറക്ഷൻ. ഡി ആർ ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ആർ, ആർ ഡി ഫൈ ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ഫൈ, ഡി സെഡ് ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് സെഡ് ഡയറക്ഷൻ. വോളിയം എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിത് മൂന്നും ഇൻറ്റു ചെയ്യുന്നതാണ്. ഡി ആർ ഇൻറ്റു ആർ ഡി ഫൈ ഇൻറ്റു ഡി സെഡ്. ലിമിറ്റ്സ് എന്ന് പറയുന്നത് ആറിനാണെങ്കിൽ 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ ഇൻഫിനിറ്റി, ഇസഡിനാണെങ്കിൽ 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി, 5ക്കാണെങ്കിൽ 0 ലെസ് ദാൻ 5 ലെസ് ദാൻ 2 പൈ. ഇപ്പോൾ സിലിണ്ടറിൻ്റെ റേഡിയസ് 6, ഹൈറ്റ് h ആണെങ്കിൽ പൈ ആർ സ്ക്വയർ എച്ച് എന്ന് നമ്മൾ എടുക്കണമെങ്കിൽ, ഫൈ എന്ന് പറയുന്നത് അസിമുത്തൽ ആംഗിൾ എന്നാണ് പറയുന്നത്. വി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി വി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് വി ഇൻറ്റു ആർ ഡി ആർ ഡി വൈ ഡി ഫൈ ഡി സെഡ്. നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കിവിടെ ലിമിറ്റ്സ് ഓരോന്ന് തന്നിട്ടുണ്ടായിരുന്നു, 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ ആർ എന്ന്. അപ്പോൾ അതെല്ലാം നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് പൈ ആർ സ്ക്വയർ എച്ച് എന്ന് കിട്ടുന്നു. നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ 2 പൈ ആർ എച്ച്, ബേസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ പൈ ആർ സ്ക്വയർ. ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് ലെങ്ത് എലമെൻറ്റ് ഡി എൽ ഇസ് ഈക്വൽ ടു എ ആർ ഡി ആർ, എ ആർ ക്യാപ് ഡി ആർ പ്ലസ് എ ഫൈ ക്യാപ് ആർ ഡി ഫൈ പ്ലസ് എ ഇസഡ് ക്യാപ് ഡി സെഡ്. ഏരിയ എലമെൻറ്റ് ഡി എസ് ആർ ഈക്വൽ ടു എ ക്യാപ് ആർ ഡി ഫൈ ഡി സെഡ്, ഡി എസ് ഫൈ ഈക്വൽ ടു എ ഫൈ ക്യാപ് ഡി ആർ സെഡ്.
ഡി എസ് ഇസഡ് ഈക്വൽ ടു എ ഇസഡ് ക്യാപ് ആർ ഡി ആർ ഡി ഫൈ. വോളിയം എലമെൻ്റ് ആണെങ്കിൽ ഡി വി ഇസ് ഈക്വൽ ടു ആർ ഡി ആർ ഡി ഫൈ ഡി ഇസഡ്. അടുത്തത് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഒരൊറ്റ ലൈനാണ്. ആർ തീറ്റ ഫൈ ഇതാണ് അതിൻ്റെ 3 സംഭവങ്ങൾ. ഡി ആർ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ആർ ഡി തീറ്റ ഇസ് അലോങ് തീറ്റ ആൻഡ് ആർ സൈൻ തീറ്റ ഡി ഫൈ ഇസ് അലോങ് ഫൈ ഡയറക്ഷൻ. വോളിയം എന്ന് പറയുന്നത് ഡി വി ഇസ് ഈക്വൽ ടു ഡി ആർ ഡി തീറ്റ ആർ സൈൻ തീറ്റ ഡി ഫൈ. ലിമിറ്റ്സ് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ ഇൻഫിനിറ്റി, 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ പൈ, 0 ലെസ് ദാൻ ഫൈ ലെസ് ദാൻ 2 പൈ. Volume of sphere of radius r is 4/3 pi r cube. Theta is the zenith angle and phi is the azimuthal angle. അതിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ ഡി വി ചെയ്ത് നമ്മളത് ഓരോന്നിനും ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഏതാണ് വോളിയം എന്താണ് 4/3 pi r cube എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് റിമെമ്പർ ചെയ്ത് നിൽക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ സിസ്റ്റംസ് ആണ്. 3 സിസ്റ്റംസ് ഉണ്ട്. അതിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ പഠിക്കണം. പിന്നെ അതിൻ്റെ ഓരോ ലെങ്ത് ഓരോന്നിൻ്റെയും ഡി എക്സ് ഡി വൈ ഡി ഇസഡ് ആണ്. കാർട്ടീഷ്യൻ്റെ സിലിണ്ടറിക്കലിൻ്റെ ഡി ആർ ആർ ഡി ഫൈ ഡി ഇസഡ് ആണ്. സ്പെറിക്കലിൻ്റെ ഡി ആർ ആർ ഡി തീറ്റ ആർ സൈൻ തീറ്റ ഡി ഫൈ. വോളിയം എലമെൻ്റ് എന്ന് പറയുമ്പോൾ ഈ 3ഉം ഇൻറ്റു ചെയ്യുന്നതാണ്. വോളിയം ചാർജ് ഡെൻസിറ്റി റോ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ആർ. ക്യൂ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് വി ഫോർ റോ ഡി വി ഈക്വൽ ടു rho into 4 pi r square dr. For a circular plate, area element dA is equal to r dr d phi in both the coordinate system. കാരണം തീറ്റ 90 ഡിഗ്രിയാണ് ഒരു സർക്കുലർ പ്ലേറ്റിൻ്റെ കാര്യത്തിൽ. ഡിറ്റർമൈൻ ഏരിയാസ് S1, S2, S3. വോളിയം കവേർഡ് ബൈ ദിസ് സർഫസ്. S1 എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓഫ് φ1 to φ2 r d phi, ഇൻ്റഗ്രൽ ഓഫ് 0 to h dz, RH ഇൻറ്റു φ2 മൈനസ് φ1. S2 എന്ന് പറയുന്നത് നമുക്കിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. S2 എന്ന് പറയുന്നത് അവിടെ ആറിൻ്റെ ലെങ്ത് വരുന്നുണ്ട്, ഇസഡും വരുന്നുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to r dr ഇൻ്റഗ്രൽ 0 to h dz ഈക്വൽ ടു RH. അങ്ങനെ നമുക്ക് എല്ലാത്തിനും അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. വെക്റ്റർ അനാലിസിസ് അത് ആദ്യമേ പറയേണ്ടതാണ്. ഇതിൻ്റെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഫസ്റ്റ് പറയുന്നതാണ്. എ ഡോട്ട് ബി, എ ക്രോസ് ബി, എ ബി ഇതൊക്കെ നമുക്കറിയാം. സ്കെയിലാർ പ്രോഡക്റ്റ് എന്താണ്, വെക്റ്റർ പ്രോഡക്റ്റ് എന്താണെന്ന്. എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ ആണ്. എ ക്രോസ് ബി എന്ന് പറയുന്നത് എ ബി സൈൻ തീറ്റ എൻ ക്യാപ്പ് ആണ്. ഇതൊക്കെ ക്രോസ് പ്രോഡക്റ്റ് ഡോട്ട് പ്രോഡക്റ്റും ഒക്കെ നമുക്കറിയാവുന്നതാണ്. സ്കെയിലാർ പ്രോഡക്റ്റ് ഒരു വോൾട്ടേജ് കറണ്ട് ഒക്കെയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റീസ് വെലോസിറ്റി മൊമെൻറ്റം ആക്സിലറേഷൻ ആണ്. അതായത് അതിനകത്ത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ഓഫ് സ്പേസും ഉണ്ട്. അടുത്തത് ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻസ് ആൻഡ് കേൾ. അതിനകത്ത് ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ഫംഗ്ഷനാണ്. ഗ്രേഡിയൻറ്റ് ഓഫ് എ സ്കെയിലാർ ഫംഗ്ഷൻ ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇറ്റ് ഈസ് എ ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ എന്ന് പറയുന്നത് അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. കേൾ ഓഫ് എ വെക്റ്റർ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എഫ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ ഡോട്ട് എ ആണ്. കേൾ എന്ന് പറയുന്നത് ഡെൽറ്റ ക്രോസ് എ ആണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഇൻറ്റു കെ. അടുത്ത് ഫണ്ടമെൻ്റൽ തിയറം ഫോർ ഡൈവേർജൻസ് ആൻഡ് കേൾ. ഗോസ് ഡൈവേർജൻസ് തിയറം ഉണ്ട്, സ്റ്റോക്സ് കേൾ തിയറം ഉണ്ട്. ഗോസ് ഡൈവേർജൻസ് തിയറം ഇൻ്റഗ്രൽ ഓഫ് വി ഡെൽറ്റ ഡോട്ട് വി ഡി വി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് സർഫസ് ഇൻ്റഗ്രൽ വി ഡോട്ട് ഡി എ. സ്റ്റോക്സ് കേൾ തിയറം integral of S delta cross V dA equal to surface length integral of length line integral V dot dl. Operations in a Cartesian coordinate system. Gradient delta dot t is equal to dou t by dou x I cap plus dou t by dou y j cap plus dou t by dou z k cap as delta is equal to നമുക്ക് പറഞ്ഞല്ലോ. Gradient of t എന്ന് പറയുന്നത് points the direction of maximum increase of the function t. Divergence delta dot v equal to dou vx by dou x plus dou vy by dou vz by dou z. v is equal to vx I cap plus vy j cap plus I vz k cap. കേൾ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്രോസ് v, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സിലിണ്ടറിക്കലും നമ്മൾ അതുപോലെ കൊടുക്കുന്നു. ഡി വി എന്ന് പറഞ്ഞാൽ ആർ ഡി ആർ ഡി ഫൈ ഡി ഇസഡ്. ഡെൽറ്റ ടി ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നു.
വി ഇപ്പോൾ തന്നിട്ടുള്ള ആ വി എടുത്തിട്ട് ഇതിനകത്ത് കൊടുക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡെൽറ്റ ക്രോസ് വി ആണെങ്കിലും അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സ്പെറിക്കൽ കോർഡിനേറ്റിലാണെങ്കിലും അങ്ങനെ. ബേസിക് വെക്റ്റർ കാൽക്കുലസ്, ഡൈവേർജൻസ് ഓർ ഗോസ് തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. Divergence theorem states that the total outward flux of a vector field f through the closed surface S is the same as the volume integral of the divergence of f. That is, triple integral delta dot f dv into dv is equal to surface integral of f dot ds. Closed surface S, volume v, outward pointing normal. Stokes theorem, it states that the circulation of a vector field f around a closed path L is equal to the surface integral of curl of f over the open surface S bounded by L. Double integral of S delta cross f dot ds equal to integral of line integral f dot dl. ds is equal to n ds, oriented boundary L. നമ്മളൊന്ന് പറഞ്ഞതാണെങ്കിലും ഒന്നും കൂടെ പറയുകയാണ്. ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ ഡോട്ട് വി ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റോസ് കളറിലുള്ളതിനാണ്. പോസിറ്റീവ് ഡൈവേർജൻസ് എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ സ്പേസ് ആണ്. നെഗറ്റീവ് ഡൈവേർജൻസ് ഇൻറ്റു ദ സ്പേസ്. സീറോ ഡൈവേർജൻസ് എന്ന് പറയുന്നത് അവിടെ ഒന്നുമില്ല, വരുന്നത് അതുപോലെ തന്നെ പോകുന്നു. ഡൈവേർജൻസ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേർജൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഒരു ഡാം ആണെങ്കിൽ ഡാമിലെ വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് പോസിറ്റീവ്. അല്ല, അവിടെ നിന്ന് താഴോട്ട് വീഴുന്നതാണ് പോസിറ്റീവ്. അതിൻ്റെ ഇടയ്ക്കെങ്ങനെ നിന്ന് പോകുന്നതാണ് ഡൈവേർജൻസ്. വരുന്നത് പോകുന്നു, അതിനിടയ്ക്കുള്ള ആ രണ്ടാമത്താണ് ഡൈവേർജൻസ് ഈക്വൽ ടു സീറോ. വന്നുകൊണ്ടിരിക്കുന്ന അത് ഹോൾഡ് ചെയ്യുന്ന ആണെങ്കിൽ ഡൈവേർജൻസ് ഈക്വൽ ടു നെഗറ്റീവ്. ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഡൈവേർജൻസ്. It represents the rate of change of the field strength in the direction of field. Divergence of vector field positive at a point ആണെങ്കിൽ something is diverging from a small volume surrounding with the point as a source. നെഗറ്റീവ് ആണെങ്കിൽ സംതിങ് ഈസ് കൺവേർജിങ്, അതിലേക്ക് കൺവേർജ് ചെയ്യാണ് ഇൻറ്റു സ്മോൾ വോളിയം സറൗണ്ടിങ് ദാറ്റ് പോയിന്റ് ഈസ് ആക്ടിങ് ആസ് എ സിങ്ക്. ഇവിടെ പറയുന്ന പോലെയാണ് നെഗറ്റീവ് ഡൈവേർജൻസ് പോസിറ്റീവ് ഡൈവേർജൻസ് പറയുന്ന പോലെ. If divergence at point is zero, then rate at which something entering a small volume surrounding that point is equal to the rate at which the leaving the volume. The vector field whose divergence is zero is called solenoidal. സോളിനോയിഡൽ എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഡൈവേർജൻസ് സീറോ ആയിട്ടുള്ളതാണ്. നമുക്കിതൊക്കെ പ്ലസ് 2 പഠിച്ചിട്ടുള്ളതാണ്. കേൾ ഓഫ് എ വെക്റ്റർ ഫീൽഡ്. കേൾ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്രോസ് വി. സോ നമ്മളവിടെ ഇങ്ങനെ ഐ ജെ കെ എന്നുള്ള ഇതെടുക്കുന്നു. ഇറ്റ് റെപ്രസെൻറ്റ്സ് നമ്മൾ പറഞ്ഞു ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഫീൽഡ് സ്ട്രെങ്ത് ഇൻ ദ ഡയറക്ഷൻ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ഫീൽഡ് ആൻഡ് ഈസ് മെഷർ ഓഫ് എ റൊട്ടേഷൻ ഓഫ് സംതിങ് ഇൻ എ സ്മോൾ വോളിയം സറൗണ്ടിങ് എ പർട്ടിക്കുലർ പോയിന്റ്. For streamline motions and conservative fields, the curl is zero while it is maximum near the whirlpools. Representation of curl. No rotation of paddle wheel represents zero curl. ഒരു പാഡൽ വീൽസ് അറിയാലോ, കറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സീറോ കേളാണ്. റൊട്ടേഷൻ ഓഫ് ദ അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ആണ് എക്സിസ്റ്റൻസ് ഓഫ് കേൾ എന്ന് പറയുന്നത്. അത് കറങ്ങി ഇങ്ങനെ പോകുന്ന അതിൻ്റെ ഡയറക്ഷൻ ഓഫ് കേൾ. തേർഡ് വൺ. 3 രീതിയിൽ നമുക്ക് കേളിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഫോർ എ വെക്റ്റർ ഫീൽഡ് whose curl is zero, there is no rotation of paddle wheel when it is placed in the field. Such fields are called irrotational. ഫസ്റ്റത്തെ ഡയഗ്രാമിലുള്ള നോ റൊട്ടേഷൻ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇറോട്ടേഷണൽ എന്ന് പറയുന്നത്. ഗ്രേഡിയൻ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ കമ്പോണൻസിലാണെങ്കിൽ ഡോ ഫൈ ബൈ ഡോ എക്സ്, ഡോ ഫൈ ബൈ ഡോ വൈ, ഡോ ഫൈ ബൈ ഡോ ഇസഡ്. ഗ്രേഡിയൻറ്റ് ഫൈ is given by delta phi is equal to I dou phi by dou x plus j dou phi by dou y plus k dou phi by dou z. The magnitude of this vector gives the maximum rate of change of the scalar field and directed towards the maximum change occurs. The electric field intensity at any point is given by E is equal to minus del grade V is equal to negative gradient of the potential. The negative sign implies that the direction of E opposite to the direction of direction in which V increases. E is equal to minus gradient V. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെഗറ്റീവ് സൈൻസ് നെഗറ്റീവ് വരുമ്പോൾ നമുക്കറിയാം ഈയുടെ ഓരോ ഓപ്പോസിറ്റ് ഉള്ളതാണ് വി എന്ന്. ഗ്രേഡിയൻ്റ് ഓഫ് വി എന്നായതുകൊണ്ട് വി ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേത് ഡിക്രീസ് ചെയ്യാമെന്നൊക്കെ ചിന്തിക്കാം. ഇമ്പോർട്ടൻറ്റ് വെക്റ്റർ നൊട്ടേഷൻസ് ഇൻ ഇലക്ട്രോമാഗ്നറ്റിസം.
ഡെൽറ്റ ക്രോസ് ബ്രാക്കറ്റിൽ ഡെൽറ്റ ക്രോസ് ഇ ആണെങ്കിൽ ഡെൽറ്റ ഓഫ് ഡെൽറ്റ ഡോട്ട് ഇ മൈനസ് ഡെൽറ്റ സ്ക്വയർ ഇ ഡൈവേർജൻസ് ഓഫ് ഗ്രേഡ് എസ് is equal to delta square s. Next one, delta dot sv is equal to s delta dot v plus v dot delta s. Curl grade phi equal to delta cross delta phi equal to 0. Gauss divergence theorem. It relates the volume integral of divergence of a vector v to the surface integral of the vector itself. According to this theorem, if a closed surface S bounds a volume, then divergence v dv equal to dv എന്നെടുത്താലും മതി, ടോന്ന് എടുക്കേണ്ട കാര്യമില്ല, equal to v dot ds. Stokes theorem പറഞ്ഞായിരുന്നു. This relates the surface integral of the curl of a vector to the line integral of the vector itself. According to this theorem, for a closed path C bound a surface S, integral of S curl v dot ds is equal to integral of C v dot closed path ആണ് v dot dl. ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റോക്സ് തിയറം. താങ്ക് യു പറഞ്ഞതൊരു തിയറി പാർട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റം നമ്മളിപ്പോൾ പറഞ്ഞു, റെക്റ്റാങ്കുലർ, സ്പെറിക്കൽ, സിലിണ്ടറിക്കൽ. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ടു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ആണെങ്കിൽ നമ്മളവിടെ x is equal to rho cos phi, y is equal to rho sin phi, z equal to z. Rho is equal to root of x square plus y square and phi is equal to tan inverse y by x. Z equal to z. അപ്പോൾ കൺവേർട്ട് എ പോയിന്റ് പി ഇൻറ്റു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് കാർട്ടീഷ്യനിലാണ് തന്നിരിക്കുന്നത്. തന്നു കഴിഞ്ഞാൽ കാർട്ടീഷ്യനിൽ തന്നെന്ന് പറഞ്ഞാൽ എക്സും വൈ ഇസഡും ആണ് തന്നിരിക്കുന്നത്. നമ്മളതിനെ ആർ തീറ്റ ഇസഡ്, ആർ ഫൈ ഇസഡ് എന്നുള്ള പോയിന്റുള്ള, ഇവിടെ നമുക്ക് ആറിനും ഫൈക്കും സെഡിനും, ആർ അല്ലെങ്കിൽ റോ എന്ന് പറയാം, റോയ്ക്കും ഫൈക്കും സെഡിനും നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റോ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 30, ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ്, സെഡ് ഈക്വൽ ടു സെഡ് ആണ്. അടുത്തത് കൺവേർട്ട് എ പോയിന്റ് പി ഇൻറ്റു കാർട്ടീഷ്യൻ കോർഡിനേറ്റ്, അതായത് സിലിണ്ടറിക്കൽ ടു കാർട്ടീഷ്യൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ തന്നിരിക്കുന്നത് റോ ഫൈ സെഡ് ആണ്, സെഡ് ഈക്വൽ ടു സെഡ് ആണ്, സെഡ് ഈക്വൽ ടു 5 ആണ് ഇവിടെ. എക്സ് എന്ന് പറയുന്നത് റോ കോസ് ഫൈ, വൈ ഈസ് ഈക്വൽ ടു റോ സൈൻ ഫൈ. കാൽക്കുലേറ്റ് ചെയ്യുന്നു, കിട്ടുന്നു. കാർട്ടീഷ്യൻ ടു സ്പെറിക്കൽ ആൻഡ് സ്പെറിക്കൽ ടു കാർട്ടീഷ്യൻ. അത് വരുമ്പോൾ ഫസ്റ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, എക്സ് ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ കോസ് ഫൈ, വൈ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ സൈൻ ഫൈ. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് എക്സ് വൈ സെഡ് തന്നെ ഉള്ളത്. നെക്സ്റ്റ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെഡ്, ഫൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ പോയിന്റ് തന്നിട്ടുണ്ട്. പിന്നെ കാർട്ടീഷ്യൻ സിസ്റ്റം ഇൻറ്റു സ്പെറിക്കൽ. അപ്പോൾ ആർ തീറ്റ ഫൈ, സോ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, so we get root 14. Then theta is equal to tan inverse root of x square plus y square by z is equal to tan 36.69. Phi is equal to tan inverse y by x, so 63.43. Then to find the Cartesian coordinate of the point. അങ്ങനെ തരുമ്പോൾ നമ്മൾ x is equal to r sin theta sin phi, next r sin theta cos phi y, z is equal to r cos theta. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അടുത്തത് ഡിറൈവ് ദ കൺവേർഷൻ ഫോർമുല ഫ്രം സ്പെറിക്കൽ ടു സിലിണ്ടറിക്കൽ ആൻഡ് സിലിണ്ടറിക്കൽ ടു സ്പെറിക്കൽ. ഫസ്റ്റ് റോ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ, ദെൻ ഫൈ ഇസ് ഈക്വൽ ടു ഫൈ, സെഡ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. നമുക്ക് ഫോർമുലാസ് ഫൈ ഇസ് ഈക്വൽ ടു ഫൈ, ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് റോ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റോ ബൈ സെഡ്. കൺവേർട്ട് എ പോയിൻറ്റ് ഇൻറ്റു സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. സോ നമുക്ക് റോ ഇസ് ഫൈ സെഡ് തന്നിട്ടുണ്ട്, ഫൈ ഈക്വൽ ടു 30 ഡിഗ്രി ആണ്, ഫൈ ഈക്വൽ ടു ഫൈ ആയതുകൊണ്ട്. നെക്സ്റ്റ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് റോ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, സോ വി ഗെറ്റ് റൂട്ട് 29. ദെൻ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റോ ബൈ സെഡ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2/5. Then convert a point P into cylindrical coordinate system. R equal to 5, theta equal to 30, phi equal to 50. Rho equal to r sin theta, z equal to 5 cos 30. Vector transformation, Cartesian to cylindrical.
വെക്റ്റർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ക്യാപ്പ് വെക്റ്റേഴ്സിൻ്റെ എല്ലാം വേണം. ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഒ പി എന്ന് എഴുതിയിട്ടുള്ളൂ. ഒ പി ഈക്വൽ ടു എ എക്സ് ഇൻറ്റു എ എക്സ് ക്യാപ് പ്ലസ് എ വൈ ഇൻറ്റു എ വൈ ക്യാപ് പ്ലസ് എ ഇസഡ് ഇൻറ്റു എ ഇസഡ് ക്യാപ്. സോ നമ്മൾ എ റോയ്ക്കും റോ 5z അതിലും നമ്മൾ എഴുതുന്നുണ്ട്, സിലിണ്ടറിക്കലും നമ്മൾ എഴുതുന്നുണ്ട്. വെക്റ്ററിലും വെക്റ്റർ ട്രാൻസ്ഫോർമേഷൻ കാർട്ടീഷ്യനും സിലിണ്ടറിക്കലും ആദ്യം എഴുതി വെക്കുന്നു. അത് രണ്ടും സെയിം ആണെന്ന് നമ്മൾ എഴുതുന്നു. അത് കഴിഞ്ഞ് രണ്ടിനകത്തും എ എക്സ് ക്യാപ്പ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എ എക്സ് മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. ദാറ്റ് ഈസ് എ എക്സ് ഇൻറ്റു എ എക്സ് ക്യാപ്പ് ഇൻറ്റു എ എക്സ് ക്യാപ്പ് ഈക്വൽ ടു ഈ കിടക്കുന്ന ഇക്വേഷൻ. അപ്പോൾ എ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് താഴെ വരും, ബാക്കിയുള്ളത് വെട്ടിപ്പോകും. എ എക്സ് ക്യാപ്പ് ഡോട്ട് എ എക്സ് ക്യാപ്പ് 1 ആണ്, അതുകൊണ്ട് എ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ വരും. സോ എ റോ കോസ് ഫൈ മൈനസ് എ ഫൈ സൈൻ ഫൈ എന്ന് വരും. അടുത്തത് എ വൈ ക്യാപ്പ് പോയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ വൈ മാത്രമായിട്ട് വരും. അപ്പോൾ എ റോ സൈൻ ഫൈ പ്ലസ് എ ഫൈ കോസ് ഫൈ എന്ന് ആൻസർ വരും. നെക്സ്റ്റ് എ ഇസഡ് ക്യാപ്പുമായിട്ട് നോക്കുമ്പോൾ എ ഇസഡ് റിമെയിൻ ആയിട്ട് എ ഇസഡ് ഈസ് ഈക്വൽ ടു എ ഇസഡ് എന്ന് തന്നെ വരും. അപ്പോൾ വെക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ സിലിണ്ടറിക്കൽ ടു കാർട്ടീഷ്യനിലാണെങ്കിൽ ആദ്യം എ എക്സ് എ വൈ എ ഇസഡ് ഇസ് ഈക്വൽ ടു കോസ് ഫൈ മൈനസ് സൈൻ ഫൈ 0 സൈൻ ഫൈ കോസ് ഫൈ 0 0 0 1 എ റോ എ ഫൈ എ ഇസഡ്. റിവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ എ റോ എ ഫൈ എ ഇസഡ് കോസ് ഫൈ സൈൻ ഫൈ 0 മൈനസ് സൈൻ ഫൈ കോസ് ഫൈ 0 0 0 1 എ എക്സ് എ വൈ എ ഇസഡ്. ഇങ്ങനെയാണ് റിവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ. അല്ലാതെ സിലിണ്ടറിക്കൽ ടു കാർട്ടീഷ്യൻ ഈ ഫോമിലാണ്. ഒക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. സിലിണ്ടറിക്കൽ ടു കാർട്ടീഷ്യൻ ആണെങ്കിൽ എ എക്സിക്ക് ഫസ്റ്റത്തെ ഇക്വേഷൻ സെയിം ആണ്. അപ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ എ റോ ക്യാപ്പ്. അപ്പോൾ നമുക്ക് എ റോ മാത്രം റിമെയിൻ ആയിട്ട് വരും. സോ എ റോ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ വരും. മറ്റേതുപോലെ തന്നെ നമ്മൾ ചെയ്യുക, ഇവിടെ ചെയ്തിട്ടില്ല. കൺവേർട്ട് എ വെക്റ്റർ എ വെക്റ്റർ ഈസ് ഈക്വൽ ടു എ റോ ക്യാപ്പ് ഇൻ ബൈ റോ ഇൻറ്റു കാർട്ടീഷ്യൻ സിസ്റ്റം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കാർട്ടീഷ്യൻ സിസ്റ്റത്തിലേക്ക് തരാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നിരിക്കുന്നത് സിലിണ്ടറിക്കലാണ്. അപ്പോൾ എ എക്സ് എ വൈ എ ഇസഡ് ഈസ് ഈക്വൽ ടു കോസ് ഫൈ മൈനസ് സൈൻ ഫൈ 0 സൈൻ ഫൈ കോസ് ഫൈ 0 0 1 അങ്ങനെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എ റോ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്നിട്ട് കിട്ടും 1/ρ ആണ്. എ ഫൈ 0 ആണ്, എ ഇസഡ് 0 ആണ്. അതവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എ എക്സ് ഈക്വൽ ടു കോസ് ഫൈ ബൈ റോ, എ വൈ ഇസ് ഈക്വൽ ടു സൈൻ ഫൈ ബൈ റോ, എ ഇസഡ് ഈക്വൽ ടു 0. പിന്നെ ഒ എ ഇസ് ഈക്വൽ ടു നമുക്ക് ഉണ്ട് ഫോർമുല ഉണ്ടല്ലോ, അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് ഇസ് ഈക്വൽ ടു റോ കോസ് ഫൈ, വൈ ഈക്വൽ ടു റോ സൈൻ ഫൈ എന്നറിയാം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫോർമുല കിട്ടുന്നത് ഇതുപോലെ. അടുത്തത് ഇൻറ്റു സിലിണ്ടറിക്കൽ ഫോം ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എക്സും വൈ ഇസഡും ആയതുകൊണ്ട് കാർട്ടീഷ്യൻ ടു സിലിണ്ടറിക്കലാണ്. കാർട്ടീഷ്യൻ ആയിട്ടുള്ള സാധനം റൈറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ സിലിണ്ടർ കിട്ടാനുള്ള സാധനമാണ് എ റോ എ ഫൈ എ ഇസഡ് കോസ് ഫൈ സൈൻ ഫൈ 0 മൈനസ് സൈൻ ഫൈ കോസ് ഫൈ 0 0 0 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് തമ്മിൽ ഇൻറ്റു ചെയ്യുന്നു. എ റോ എന്ന് പറയുന്നത് എ ഫൈയും കിട്ടുന്നു, എ റോ കിട്ടി, എ ഫൈയും കിട്ടി, എ ഇസഡ് കിട്ടുന്നു. കാർട്ടീഷ്യൻ ടു സ്പെറിക്കൽ ആണെങ്കിലും കാർട്ടീഷ്യൻ ആയിട്ടുള്ളതും ആ വെക്റ്ററും സ്പെറിക്കൽ ആയിട്ടുള്ളതും ഈക്വൽ ആക്കുന്നു. എ ആർ സ്പെറിക്കലാണ് കിട്ടേണ്ടത്, അപ്പോൾ ആർ തീറ്റ ഫൈ ആണ് കിട്ടേണ്ടത്. അപ്പോൾ എ ആർ ക്യാപ്പുമായിട്ട് ഇൻറ്റു ചെയ്യുന്നു. ഇൻറ്റു ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടുന്നു, എ ആർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എ തീറ്റ ക്യാപ്പ് ഇൻറ്റു ചെയ്യുമ്പോൾ എ തീറ്റയും കിട്ടുന്നുണ്ട്. എ ഫൈ ക്യാപ്പ് ഇൻറ്റു ചെയ്യുമ്പോൾ എ ഫൈയും കിട്ടുന്നുണ്ട്. അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്കതിൽ നിന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സൈൻ തീറ്റ കോസ് ഫൈ, സൈൻ തീറ്റ സൈൻ ഫൈ. അല്ലാതെ നമ്മളിതൊന്നും കാണാതെ പഠിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെയാണ് ഈ ഒരു മെട്രിക്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. മെട്രിക്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെട്രിക്സ് ചെയ്യാൻ നമുക്കറിയാമല്ലോ, അതനുസരിച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്, എ വെക്ടറും തന്നിട്ടുണ്ട്. എക്സ്പ്രസ് പി ആൻഡ് എ ഇൻ സിലിണ്ടറിക്കൽ ആൻഡ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ്. ഇവാലുവേറ്റ് എ ആൻഡ് at P in Cartesian, cylindrical and spherical.
എ വെക്ടർ ഫസ്റ്റ് നമ്മൾ എഴുതുന്നു. x is equal to -2, y is equal to 6 and z is equal to 3. First Cartesian to cylindrical. Cylindrical rho theta phi. നോക്കി റോ ഫൈ z. റോ എന്ന് പറഞ്ഞാൽ √(x²) + y². അതിന് ആൻസർ കിട്ടുന്നു. ഫൈ is equal to tan inverse pi by x. z is equal to z. Cartesian to spherical r theta phi. r is equal to മൊത്തം കൂടെ ഇൻറ്റു റൂട്ട് ചെയ്യുന്നു. തീറ്റ എന്ന് പറയുന്നത് tan inverse of √(x²) + y² by z. ഫൈ is equal to tan inverse of y by x. അത് ചെയ്താൽ നമുക്ക് കാർട്ടീഷ്യൻ ടു സ്ഫെറിക്കലും കിട്ടുന്നു. അടുത്തത് വെക്റ്റർ. നമുക്ക് കിട്ടേണ്ടത് സിലിണ്ട്രിക്കലിൻ്റെയാണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. എ റോ കിട്ടുന്നു, എ ഫൈ കിട്ടുന്നു. അതിൽ നിന്ന് അത് അവിടെ നമ്മളിവിടെ എ വെക്റ്ററായിട്ട് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കാർട്ടീഷ്യൻ ടു സ്ഫെറിക്കൽ അതിൻ്റെ ഫോർമുല നമ്മൾ എഴുതി വെക്കുന്നു. അവിടുന്ന് വെക്റ്റർ കിട്ടുന്നു. അടുത്ത ഡൈവേർജൻസ്. ഡൈവേർജൻസ് നമ്മൾ പറഞ്ഞല്ലോ, കേൾ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് ആൻ ആക്സിയൽ വെക്റ്റർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഇസ് ദ മാക്സിമം സർക്കുലേഷൻ ഓഫ് എ പെർ യൂണിറ്റ് ഏരിയ ആസ് ദ ഏരിയ ടെൻഡ്സ് ടു 0 ആൻഡ് ഹൂസ് ഡയറക്ഷൻ the normal direction of the area when area is oriented to make the circulation maximum. കേൾ എ എന്ന് പറയുന്നത് ഡെൽറ്റ ക്രോസ് എ ആണ്. ഗ്രേഡിയൻ്റ് ഒക്കെ നമ്മൾ പറഞ്ഞതാണിപ്പം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ, ഫൈൻഡ് ദ ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻസ് ആൻഡ് കേൾ ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. ഫൈ എന്ന് പറയുന്നത് 30x/z. സോ ഡെൽറ്റ നമ്മൾ ഗ്രേഡിയൻ്റ് ഇടുന്നു, ഡെൽറ്റ ഡോട്ട് ഫൈ എഴുതുന്നു. ഫൈ നമുക്കുണ്ടല്ലോ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് എ വൈ ക്യാപ്പ്, ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എ ഇസഡ് ക്യാപ്പ്. അതാണ് ഗ്രേഡിയൻറ്റ്. രണ്ടാമത് ഈ തന്നേക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതുപോലെ ഡെൽറ്റ ഡോട്ട് എ എന്നും പറഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയും ഡൈവേർജൻസ് കിട്ടുന്നു. കേൾ എന്ന് പറയുന്നത് ഡെൽറ്റ ക്രോസ് എ ആണ്. ക്രോസ് പ്രൊഡക്റ്റിന് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയും ഒരു വെക്റ്റർ കിട്ടുന്നു. അടുത്തതൊരു വെക്റ്റർ തന്നിട്ടുണ്ട്, അത് സോളിനോയിഡിലാണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഡെൽറ്റ ഡോട്ട് എ ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. സോ നമ്മൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്ന് പറഞ്ഞ് എക്സ് എന്ന് പറയുന്നത് 5yz, എ വൈ എന്ന് പറയുന്നത് 2xz, az എന്ന് പറയുന്നത് 4xy. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നതെങ്കിൽ വെക്റ്റർ ഈസ് എ സോളിനോയിഡ്. താങ്ക് യു.